ഹായ് ഗൈസ്, നമ്മൾ ഒമോറി ടീംസ് ലാബ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം പോലെയാണ്. അപ്പോൾ അത് കാണാൻ പോവാണ്. സോ അത് മോർണിംഗ് സീൻസ്. ജപ്പാനിലെ നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ സ്ട്രീറ്റ്സ് കണ്ടോ, അത് വന്നിട്ട് വെഹിക്കിൾ മൂവ് ചെയ്യാനുള്ള ഒരു പാത്വേയും, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെഡസ്ട്രിയൻസിനും സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ടുള്ളൊരു റോഡാണ് ഈ വരുന്നത്. ആൻഡ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് നല്ലതായിട്ട് അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ മരങ്ങളുടെയൊക്കെ ഇവിടെ ഫുൾ കോൺക്രീറ്റും ഒക്കെ ആണെങ്കിൽ തന്നെയും മരത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് മൊത്തം അത് അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാട്ടർ അതിൽ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടും ആ മരം ഒരിക്കലും കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടി. ഞങ്ങൾ ഇന്നലെ രാത്രി പോയ ലോസൺ ഇതാണ് നമ്മുടെ ക്യാബ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു ടാസ്കിന് വേണ്ടി പോവാണ്. ഇവിടുത്തെ ഭയങ്കര ക്ലീനാണ്. അതെ, ദുബായ് പോലെയൊക്കെ തോന്നുന്നുള്ളൂ, പക്ഷേ ചില നല്ല ഓർഗനൈസ്ഡ് നടക്കേണ്ട വഴികളായാലും സൈക്ലിംഗ് ആയാലും അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ടീം ലാബ് ബോർഡർലെസ്സിലെത്തി. ഇതൊരു ബട്ടർഫ്ലൈ ഇൻസ്റ്റലേഷൻ പോലത്തെ ഒരു റൂമാണ്. പപ്പു ബട്ടർഫ്ലൈസിനെ പിടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ നടുക്ക് നമ്മളിപ്പം ഒരു കോസ്മിക് വേൾഡിലാണുള്ളത്. സോ അപ്പോൾ അവർ നമുക്കിങ്ങനെ സ്കെച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പം അത് സ്കെച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ ഒരു വാട്ടറിലേക്ക് അത് നമ്മളുടെ ഡ്രോയിങ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. ഇത് ഇതുപോലെ നമ്മളങ്ങനെ സ്കെച്ച് ചെയ്യാൻ പോവാ. വരച്ചിരിക്കുകയാണ്. ഇതിൽ വരയ്ക്കുക. ബബുവിന് വരയ്ക്കാറായിട്ടില്ല. ബബുവിന് ഇതൊന്നും പിടിക്കാനൊന്നും അറിയത്തില്ല. അമ്മ വിചാരിക്കുന്നത് ഇതെന്ത് കഴിക്കുന്ന അച്ഛൻ്റെ വരയ്ക്കും. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള 4 yearsഉം അങ്ങനത്തെ 5 years ഒക്കെ ആവുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാനൊക്കെ നല്ല സൂപ്പറായിരിക്കും അല്ലേ? അതാ എൻ്റെ ഷർക്ക പോകുന്നു. തൊട്ടാൽ സ്പീഡിൽ മൂവ് ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നേരെ 7-Eleven പോവാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ലോസണിലാണ് പോയത്. ക്യൂട്ട്.
തുള്ളി പാറി നിൽക്കുന്നു. ഇംഗ്ലീഷ് അതാ ഇന്നലെ അങ്ങനെ തന്നെയാണ് നമ്മൾ ലോസിന് വെബ് ചോയ്സിന്. ഇതൊക്കെ എന്താ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വരേണ്ടിയിരിക്കുന്നു. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പോർക്കാണ്, മോസ്റ്റ് സാധനങ്ങളും പോർക്ക് ആണ് ഇവിടെ. നമ്മൾ ബനാന എടുത്തിട്ടുണ്ട്. കോഫി മേടിച്ചു. ഇത് ചിക്കൻ നഗറ്റ്സ് ആണ്, കൊള്ളാം. കുഞ്ഞിക്കുരുവി. പഴം. ഏത് രാജ്യത്ത് പോയാലും ബമ്പ് കഴിക്കുന്നത് പഴം. നമ്മളൊരു ഇത് ജാപ്പനീസ് സോൾട്ടഡ് ചിക്കൻ ഫ്രൈ ആണ്. ഇത് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ഫ്രൈ ആണ്. ഇത് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇവരുടെ സ്വീറ്റ് സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ലതായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. നമ്മൾ ടോക്കിയോക്ക് പോകാനുള്ള ടിക്കറ്റ്. അപ്പം ടോക്കിയോ മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണ്. നമ്മളിവിടെ ഉള്ള ഒമോറി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ടോക്കിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ ടോക്കിയോ മെട്രോയിൽ കയറാൻ പോവാ. നമ്മളങ്ങനെ സ്വിക്ക കാർഡ് എടുക്കുകയാണ്. ചേച്ചിയുടെ വരിക. ഇത് എൻ്റെ സ്വിക്ക കാർഡ്. ചോക്ലേറ്റ് ഐസ്ക്രീം പറഞ്ഞപ്പം വാനില ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ്സ് ഉപയോഗിച്ച് തന്നു ഗൈസ്. കുറേ ഉണ്ട്. ഓ ഗൈസ്, നമ്മളിപ്പം ഷിൻജുക്കുവിലാണുള്ളത്. ഇവിടുത്തെ ഒരു ഒമോയിദെ യൊക്കോച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മറി ലെയിൻ എന്ന് പറയും. അതൊരു പ്രത്യേകത ഒരു സ്ട്രീറ്റാണ്, ഹിസ്റ്റോറിക് സ്ട്രീറ്റ് പോലെ. അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ മെട്രോയിലൊക്കെ കയറി വന്നതാണ്. നമ്മളുള്ളത് ഒമോയിദെ യൊക്കോച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റിലാണ്. ഇത്രേ ഉള്ളൂ ഈ സ്ട്രീറ്റ് ആക്ച്വലി. പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ ഇതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ ചിക്കൻ മീറ്റ് ബോൾസും ചിക്കൻ തൈ ആൻഡ് ഓണിയൻ, ഗ്രീൻ ഓണിയൻ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാമോ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല രണ്ടും. അങ്ങനെ ടേസ്റ്റ് കാണത്തില്ല. മീറ്റിന്റെ പ്രശ്നമൊന്നും ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ അങ്ങോട്ട് പോകാൻ പോവാണ്.